ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ക്ലിക്ക് ചെയ്യുക. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും തിയേറ്ററുകളിൽ മമ്മൂട്ടിയുടെ പേരൻപ് എന്ന തമിഴ് സിനിമ തകർത്തോടുകയാണ്. ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായി പ്രേക്ഷക പ്രീതി സമ്പാദിച്ച അഞ്ജലി അമീർ കോഴിക്കോട്ടുകാരിയായ ട്രാൻസ്ജെൻഡറാണ്. കോഴിക്കോട്ട് താമരശ്ശേരി സ്വദേശി ജംഷീർ 10 വർഷം മുൻപ് സ്ത്രീയായുള്ള തന്റെ ഐഡന്റിറ്റി വീണ്ടെടുക്കാനും സ്ത്രീയായി ജീവിക്കാനുമാണ് ചെന്നൈയിലേക്ക് വണ്ടി കയറിയത്. അഞ്ജലി അമീർ താൻ ആൺകുട്ടിയിൽ നിന്നും പെൺകുട്ടിയായി മാറിയ കഥയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആൺകുട്ടിയായി ഇരിക്കെ തന്നെ എന്റെ ഐഡന്റിറ്റി സ്ത്രീയുടേതാണെന്ന് തിരിച്ചറിയുകയും 17-ാം വയസ്സിൽ സ്ത്രീയായി മാറാൻ തീരുമാനമെടുക്കുകയും ചെയ്തതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ്. അതിനായി 2009-ൽ ജനിച്ചു വളർന്ന നാടും വീടും കുടുംബവും വിട്ടു. നാട്ടിലെ യാഥാസ്ഥിതികമായ സാമൂഹിക അവസ്ഥയിൽ എന്റെ ജെൻഡർ പ്രശ്നം അംഗീകരിക്കുക വിഷമമാകുന്ന തിരിച്ചറിവ് തന്നെയാണ് ചെന്നൈയിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചത്. ചെന്നൈ നഗരം സ്ത്രീയായി ജീവിക്കാനുള്ള എന്റെ മോഹത്തിന് സർവ്വ പിന്തുണയും നൽകി. ശസ്ത്രക്രിയയിലൂടെ സ്ത്രീയായി മാറിയ എനിക്ക് ഒട്ടേറെ പരസ്യചിത്രങ്ങൾക്ക് മുഖമായും ശരീരമായും മാറാനായി. സ്ത്രീയായി ജീവിക്കാനുള്ള മോഹത്തെ അടക്കി നിർത്താതെ സ്ത്രീയായി മാറി സ്ത്രീയായി ജീവിക്കാനെടുത്ത ആ തീരുമാനം എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. പരസ്യരംഗത്ത് വിജയിച്ചതോടെ മാധ്യമങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങി. ദക്ഷിണേന്ത്യയിലെ പത്രങ്ങളിലും TV ചാനലുകളുമെല്ലാം എന്റെ ജീവിതകഥ വലിയ വാർത്തയായി. മനോരമ ന്യൂസിൽ എന്നെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി കണ്ടാണ് മമ്മൂക്ക പേരൻപ് സിനിമയുടെ സംവിധായകൻ റാമിനോട് ശുപാർശ ചെയ്യുന്നത്. ഇവിടെ തുടങ്ങുന്നു രണ്ടാമത്തെ വഴിത്തിരിവ്. റാമിനെ പോലൊരു പ്രതിഭാശാലിയായ സംവിധായകന്റെ കീഴിൽ മമ്മൂട്ടി എന്ന മഹാനടനെ നായികയായി സിനിമയിലെത്തുക എന്ന സ്വപ്നതുല്യമായ തുടക്കമാണ് ലഭിച്ചത്. ഈ സിനിമയിൽ ട്രാൻസ്ജെൻഡറായ ഒരു സെക്സ് വർക്കറായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. 2016-ൽ ചിത്രീകരിച്ച പേരൻപാണ് എന്റെ ആദ്യ സിനിമയെങ്കിലും ആദ്യം തിയേറ്ററിലെത്തിയത് സുവർണപുരുഷൻ എന്ന മലയാള സിനിമയാണ്. ഇപ്പോൾ പേരൻപ് തിയേറ്ററിലെത്തിയതോടെ എല്ലായിടത്തുനിന്നും അഭിനന്ദനങ്ങളുടെ പ്രവാഹമാണ്. പേരൻപിൽ അഭിനയിച്ചതിനു ശേഷം മോഹൻലാൽ അവതരിപ്പിച്ച ബിഗ് ബോസ് എന്ന TV റിയാലിറ്റി ഷോയിലും ഞാൻ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ ഒരു തെലുങ്ക് സിനിമയിലും ഒരു തമിഴ് സിനിമയിലും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അഞ്ജലി അമീറിനെ ആശംസിച്ച് നിരവധി പേരാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് പറയാനുള്ളതെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.